കാർത്തി. വന്നിട്ട് ആശിച്ചെ കൊണ്ട് ഓടിയേ. ഇതാണ് നിങ്ങളുടെ പുതിയ വീട്. ഓക്കെ, എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, എവിടെയാണ്? സ്വാഗതം. ഓക്കെ, ലൊക്കേഷൻ എവിടെയാണ് നിങ്ങളുടെ വീടിന്റെ? ഇത് PTP നഗറിലാണ്. ഫ്ലാറ്റ് ആണ്. ഓക്കെ, ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇവിടെ താമസിച്ചിട്ട്? നിങ്ങളുടെ നന്നായിട്ടുണ്ട്. ഉണ്ട്. ബാഗിൽ പോകാനും പിള്ളേർക്ക് സ്കൂളിൽ പോകാനും ഒക്കെ എല്ലാം സൗകര്യമാണ്. ഓക്കെ. ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ക്ലൈമറ്റ് ആണല്ലേ. സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുമോ? എല്ലാ സാധനങ്ങളും? മീനൊക്കെ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുമോ? കിട്ടും. ഓക്കെ. എല്ലാവരും ഇതേ കിട്ടുന്നുണ്ട്. എല്ലാവരും നമസ്കാരം ആൻഡ് വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് കാത്തു സ്പ്രിംഗ്. നമ്മൾ നല്ലൊരു ഫ്രഷ് രാവിലെയൊക്കെ കണ്ടു. അതിനുശേഷം ചുമ്മാ ഒന്ന് ഷോ കാണിക്കാൻ വേണ്ടി ആശിച്ചിയുടെ ഫ്ലാറ്റിലേക്കൊക്കെ എൻട്രി ആയി. ആശിച്ചിട്ട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കുളിച്ച് ഞങ്ങൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി അഗ്രഹാരം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രാവിലത്തെ ഒരു സമയമാണ്, കാം ആൻഡ് ക്വയറ്റ് സമയമായതുകൊണ്ട് നല്ല രസമായിരുന്നു. നല്ല ചൂട് ഉഴുന്നുവടയുടെ മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഈ കിഴക്കേ നട, പടിഞ്ഞാറേ നട, വടക്കേ നട എന്നൊക്കെ പറഞ്ഞ് കുറേ നടകളുള്ളതുകൊണ്ട് പാർക്കിംഗ് എവിടെയാണെന്നുള്ളത് ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ പാർക്കിംഗ് തപ്പി ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടി ഇട്ടു. നല്ല ഭംഗിയായിട്ട് തൊഴുതു. വലിയ തിരക്കൊന്നും ഇല്ലാതെ തൊഴുത് വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ എനിക്ക് ഒത്തിരി വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ പിള്ളേരൊക്കെ കാറും അവരുടെ ടോയ്സൊക്കെ ആയിട്ട് ബാൽക്കണിയിലിരുന്ന് ഇങ്ങനെ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുന്നത് നമ്മുടെ ചെറുതാണ്, അയ്യാണ്. അതിനുശേഷം ഉച്ച സമയമായി. പിള്ളേർക്കെല്ലാം നമ്മൾ ആദ്യം ചോറ് കൊടുത്തു. അവർ നല്ല ഫ്രഷ് മീനും വറുത്തതും മീൻ കറിയും പുളിശ്ശേരിയൊക്കെ കൂട്ടി ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിന്ന് ചോറെടുത്തു. മീൻ ഫ്രൈ ഉണ്ട്, മീൻ തേങ്ങ അരച്ച കറിയുണ്ട്, പിന്നെ ക്യാബേജ് തോരനുണ്ട്, പിന്നെ ഒരു പയറും മെഴുക്കുവരട്ടിയുണ്ട്, പിന്നെ നല്ല കട്ട തൈരും ഉണ്ട്. മീൻകറി വെച്ച ചട്ടിയൊക്കെ കണ്ടത് തുടുതുടാ കറി. ആശേച്ചിയും അമ്മയും കൂടെയുള്ള കുക്കിംഗ് ആയിരുന്നു. അവർ രണ്ടുപേരും കൂടെ അടുക്കളയിൽ കയറി എല്ലാം സെറ്റാക്കി. അതിനുശേഷം ഞങ്ങൾ കിടന്ന് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി. ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റത് സൺസെറ്റിൻ്റെ സമയമായപ്പോൾ ഉണ്ണിച്ചേട്ടൻ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു സൺസെറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആ ബാൽക്കണിയിൽ നിന്നുള്ള സൺസെറ്റ് വ്യൂ നല്ല രസമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് സൺസെറ്റൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തു. സൂര്യനൊക്കെ ഗുഡ് ബൈ പറഞ്ഞിങ്ങനെ പോകുന്നത് കുറേ നേരം ഇങ്ങനെ കണ്ട് നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് കുറേ സമയം ഞങ്ങളെല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് ആ ബാൽക്കണിയിൽ അങ്ങനെ ഇരുന്നു. അങ്ങനെ സൂര്യൻ ഇങ്ങനെ താന്ന് പോയി. ഏകദേശം ഒരു സന്ധ്യ മയങ്ങുന്ന സമയമായി. നല്ല രസമാണ് ഈ ഉണ്ണിച്ചേട്ടൻ്റെയൊക്കെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ ഇരിക്കുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ. നല്ല വ്യൂ ആണ്. നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ആണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മാനവീയം വീഥി അല്ലെങ്കിൽ മാനവീയം സ്ട്രീറ്റ് ട്രിവാൻഡ്രം, where art meets public in an open free environment.
അതെ, ഈ ഓപ്പൺ ആയിട്ടുള്ള ഫ്രീ എൻവയോൺമെൻറ്റിൽ കുറേ അധികം ആൾക്കാർ, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സാണ്, പാട്ട് പാടി ഡാൻസ് കളിക്കുകയാണ്. കുറച്ച് മ്യൂസീഷ്യൻസ് ആ സൈഡിലുള്ള മതിലിൽ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അവർ ആ പാട്ടിനനുസരിച്ച് താളം കൊട്ടുന്നു, അതിനനുസരിച്ച് കുറേ ആൾക്കാർ ഡാൻസ് കളിക്കുന്നു, അതിനനുസരിച്ച് പാട്ട് പാടുന്നു, കൈ കൊട്ടുന്നു. ഭയങ്കര വൈബുള്ള ഒരു സ്ട്രീറ്റ്. ഇത് തിരുവനന്തപുരത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. തിരുവനന്തപുരത്തിൻ്റെ മാത്രം സ്വകാര്യ അഹങ്കാരമാണ് മാനവീയം സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ കലകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ പബ്ലിക്കിൽ കലകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് പൊതുജനത്തെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു ഭാവനയാണ് അത്. വളരെ ഭംഗിയായിട്ട് തന്നെ അവരത് ഒരുക്കിയിട്ടുണ്ട്. ആ സ്ട്രീറ്റിൻ്റെ ഒരു സൈഡിലെ വോളെന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് മ്യൂറൽ പെയിൻറ്റിങ്സ് ആണ്. ഭയങ്കര ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുള്ള വർക്കുകളാണ് എല്ലാം തന്നെ. നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് ആ വോളിലെല്ലാം ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ കുറേ നേരം അതുവഴി നടന്നു. മേജർ കൾച്ചറൽ ഇവൻറ്റ്സ് ഒക്കെ നടക്കുമ്പോൾ ഈ സ്ട്രീറ്റ് കംപ്ലീറ്റ് ആയിട്ടും വെഹിക്കിൾസിന് ഒന്നും കടത്തിവിടത്തില്ല. നമ്മുടെ പെഡസ്ട്രിയൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് സുഖമായിട്ട് തന്നെ ട്രാഫിക്കൊന്നും പേടിക്കാതെ നമുക്ക് നടക്കാം. ഈ സമയത്ത് ഞങ്ങൾ പോയപ്പോഴും 4 വീലേഴ്സ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. 2 വീലേഴ്സ് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമായിരുന്നുള്ളൂ. അന്ന് വലിയ പ്രോഗ്രാംസ് ഒന്നും അവിടെ ഇല്ലായിരുന്നു. ജസ്റ്റ് കുറച്ച് ആൾക്കാർ കൂടി പാട്ട് പാടുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. മേജറായിട്ട് ഈ പറഞ്ഞ പോലെ മ്യൂസിക്കൽ ഷോസ് ഒക്കെ നടക്കാറുണ്ട്. പബ്ലിക് ഡിസ്കഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. അതല്ലാതെ നമുക്ക് പോയംസ് ഒക്കെ റിസൈറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയാണെന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. കലാപരമായിട്ട് നമുക്ക് എന്തൊക്കെ അവിടെ അവതരിപ്പിക്കാമോ അതൊക്കെ, ഡ്രാമാസ് ഒക്കെ വന്ന് ചെയ്യുന്ന ദിവസങ്ങളുണ്ട്. എന്തായാലും ഭയങ്കര ഒരു വൈബുള്ളൊരു സ്ഥലമാണ് വൈകിട്ട് പോയി ഇരിക്കാനായിട്ട്. ഈ കലകൾ, ഈ ആർട്ടിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമൊക്കെ പോയി ഇരുന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ വളരെ നല്ലൊരു സ്ഥലമാണ്. തൊട്ടടുത്ത് തന്നെ ചായക്കടയൊക്കെ ഉണ്ട്. അവിടുന്ന് വല്ല കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ ഒക്കെ കുടിച്ച് ഈ സൈഡിൽ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ പിള്ളേർക്കറിയാമല്ലോ, അവർക്കൊരു സമയം കഴിയുമ്പോൾ അവർക്ക് പിരിപിരിപ്പാണല്ലോ. ഒരു സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് കാല് കഴിക്കുന്നു, അങ്ങനെയൊക്കെ ആയി, വിശക്കുന്നു എന്നൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. പിന്നെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞില്ല, സൈഡിലിരിക്കുന്ന മ്യൂസീഷ്യൻസിന് കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് അവർ ചായ കുടിക്കാൻ പോയ നേരത്തിന് അവിടെ വെച്ചിട്ട് പോയി. അപ്പോൾ ദാ ഉണ്ണിച്ചേട്ടനും പിള്ളേരും കൂടെ അതൊക്കെ കൊട്ടി നോക്കുവാണ്. തുടിപ്പ് ഡാൻസ് ഫൗണ്ടേഷൻ്റെ ഫർഗോട്ടൻ ആൻസിസ്റ്റേഴ്സ് എന്ന പെർഫോമൻസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ള രചന എന്നാണ് ഈ എഴുതിയിരിക്കുന്നത് കേട്ടോ. കൈയൊന്നും അങ്ങനെ വെക്കണ്ട, തോളത്ത് കിട്ടും. വേണ്ട എല്ലാവരും എന്തെങ്കിലും ആക്ഷൻ കാണിച്ചു തോന്നുന്ന കൈയൊക്കെ എടുക്കുക. ഇവിടുന്ന് ഓട്ടം നോക്കാം. Zip around the bike benches as Tamangalam Road. ഞാൻ കയറാട്ടം പിടിക്കും.
നമ്മളിപ്പോൾ അലിബാബ ആൻഡ് 41 ഡിഷസിലാണ്. നമ്മൾ അലിബാബ ആൻഡ് 41 ഡിഷസ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ അലിബാബ നിൽപ്പുണ്ട്, കുറെ അലിബാബാസ് ഉണ്ട്. ജോജോ എനിക്ക് വേണ്ട. ഓക്കെ താങ്ക് യു. പേപ്പർ എക്സ്ട്രാ ഇല്ലേ? Represent you snap and win. Click a photo with the horse carriage and get a chance to win cash prize. First prize 15,000, second prize 10,000, third prize 5,000. ഒരെണ്ണം എടുക്കും ഫോട്ടോ, രണ്ടുപേരും എടുക്കും ഫോട്ടോ, 3 പേരും എടുക്കും ഫോട്ടോ. എന്താണ്? That is not Somali roti. That is. അങ്ങനെ മാനവീയമൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവർക്കും വിശന്നു. ഞങ്ങൾ അലിബാബ ആൻഡ് 41 ഡിഷസിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ടു ബി ഫ്രാങ്ക് വളരെ മോശം ഫുഡായിരുന്നു. ആർക്കും ഇഷ്ടപ്പെട്ടില്ല, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. ഞങ്ങൾ എത്രത്തോളം എൻജോയ് ചെയ്തു അതിൻ്റെ കുറച്ച് ശതമാനം ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ തിരുവനന്തപുരം ഇവിടെ തീരുന്നില്ല കേട്ടോ, തിരുവനന്തപുരം ഇനിയും വരുന്നുണ്ട് എപ്പിസോഡ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വേറെ വിഷ്വൽസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ലവ് യു.